ഇന്ന് നമ്മൾ പൊറോട്ടയും ചപ്പാത്തിയൊക്കെ തോറ്റ് പോകും രുചിയിൽ ഒരുപാട് ലെയറൊക്കെ ആയിട്ട് ഇന്ന് ഒരു വെറൈറ്റി പറോട്ട ഉണ്ടാക്കുകയാണ് കേട്ടോ. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. ഇത് എപ്പോഴും ഉണ്ടാക്കുന്നത് നമുക്ക് കാലത്ത് വേണമെങ്കിലും ഉണ്ടാക്കാം, അതുപോലെ വൈകുന്നേരം വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ ലെയറായിട്ട് ഇതുപോലെ അഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ബൗളിലേക്ക് ഞാനിവിടെ 2 കപ്പോളം മൈദ എടുക്കുന്നുണ്ട് കേട്ടോ, മൈദ മാവ്. അപ്പോൾ മൈദപ്പൊടി ഇതുപോലെ 2 കപ്പ് അളന്നെടുക്കുന്നുണ്ട്. 2 കപ്പ് മൈദപ്പൊടിയിലേക്ക് നമ്മൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഇപ്പോൾ റേഷൻ കടയിലെ ഗോതമ്പ് പൊടിയൊക്കെ ആണെങ്കിൽ നമ്മളതൊന്ന് അരിച്ചെടുക്കുന്നത് നന്നായിരിക്കും. ഇതിൽ തരി വേണ്ട കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 1/2 സ്പൂണോളം ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 സ്പൂണോളം പഞ്ചസാര, ഇത് രണ്ടുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി രുചിക്കായിട്ട് നമ്മൾ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നത് ഇത് പാൽപ്പൊടിയാണ് കേട്ടോ, മിൽക്ക് പൗഡർ 1 സ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രേ വേണ്ടുള്ളൂ. അപ്പോൾ പാൽപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പാലുണ്ടെങ്കിൽ അത് മതിയാവും. ഒരു 2 സ്പൂണോളം എടുത്താൽ മതി. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി വേണ്ടാന്നുള്ളവർക്ക് 3 കപ്പോളം മൈദപ്പൊടി എടുത്താൽ മതി. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ല രുചി തോന്നിയത് കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ ചെറിയ ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരിക്കലും പച്ചവെള്ളത്തിൽ കുഴക്കരുത്. 1 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ കൈ വെച്ചാൽ പൊള്ളാത്ത രീതിയിലുള്ള ചൂട് മാത്രം മതി. അത് വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അതേ പരുവത്തിന് തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഒരു കറക്റ്റ് അളവാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ കപ്പിലെടുക്കുകയാണെങ്കിൽ ഇത്രയും എടുത്താൽ മതിയാവും. അപ്പോൾ അതാ ഡോ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ ഒന്ന് തടവുന്നത് നന്നായിരിക്കും. ഇതെല്ലാം ചേർത്തതിന് ശേഷം ഉരുട്ടിയെടുത്തതിന് ശേഷം 1 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഇതിൻ്റെ മേലിലാക്കി ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പിസയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ ഡോ ഉരുട്ടി വയ്ക്കില്ലേ, ആ ഒരു രീതിയിൽ ഉരുട്ടി വയ്ക്കണം. ഒരുപാടൊന്നും ഇങ്ങനെ കുഴച്ചെടുത്തിട്ടൊന്നുമില്ല. ഇത് ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ ഞാനൊരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കുവാണേ. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് 10 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല സോഫ്റ്റായി വരും. ഇനി ഞാനിവിടെ ഒരു 3/4 കിലോനോളം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മസാല പുരട്ടി വയ്ക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതാ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നീരും കൂടെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം 1 സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്ത് കൈ കൊണ്ട് നല്ലോണം അതിനൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇത് ഒരുപാട് സമയമൊന്നും വെക്കേണ്ട, ഒരു 5 മിനിറ്റ് നമുക്ക് വെച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ കറിയാണെങ്കിലും കുറച്ച് വെറൈറ്റിയാണ്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഞാനിവിടെ ഒരു കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തു. ഒരു 3 മീഡിയം സവാള നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് കേട്ടോ. ഇത് വളരെ തിന്നായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്, ഏതാണ്ട് ഒരു 2 സ്പൂണോളം കാണും ചതച്ചെടുത്താൽ. ഒരു 2 കുടം വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് കീറിയത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 അല്ലി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്തത്. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ചെറുതായിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്ന ഈ ഒരു സമയത്ത് ഇനി നമ്മളിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. മസാല ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ വളരെ കുറച്ച് വയ്ക്കണം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിത് ഇതുപോലെ ചിക്കൻ കറി മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ തന്നെ വറുത്തിട്ട് പൊടിച്ചിട്ടുള്ള മല്ലിപ്പൊടിയാണ് കേട്ടോ. അത് ഞാൻ 3 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ നിറയെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ, പെരിഞ്ജീരകപ്പൊടി ഫെനൽ സീഡ്. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 സ്പൂണോളം
കുരുമുളക് പൊടിച്ചതാണ്, ഇതും വറുത്ത് പൊടിച്ചതാണ്. 1/2 സ്പൂണോളം ഗരം മസാലപ്പൊടി. ഇത്രയാണ് മസാല ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഈ മസാലകളൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കളറൊന്നും മാറി വരുമൊന്നും വേണ്ട. മല്ലിപ്പൊടി ഓൾറെഡി നമ്മളിത് വറുത്തിട്ടാണ് പൊടിച്ചിട്ടുള്ളത്. അപ്പോൾ പച്ച മല്ലിപ്പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് വഴറ്റിയെടുത്താലും മതി കേട്ടോ. ഇങ്ങനെ വറുത്ത് പൊടിക്കുമ്പോൾ ചിക്കനും മട്ടനൊക്കെ നമ്മളിതുപോലെ കറി റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കളറാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. 1/2 സ്പൂണോളം മുളക് പൊടിയാണ്. മുളക് പൊടി ഇട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കൊന്നും വേണ്ട കേട്ടോ. മുളക് പൊടിയുടെ കളറൊന്നും മാറൊന്നും വേണ്ട. എന്നാലും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാലകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും 1/2 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണോളം ഉപ്പ് നമ്മൾ ചിക്കനിൽ ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിതിൽ തക്കാളി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. തക്കാളി ഇടാതെയാണ് നമ്മളിത് ഈ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഇത് എല്ലാം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് ഒഴിച്ചുകറി ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം നമുക്കിവിടെ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കറിൻ്റെ അടപ്പ് വെച്ച് 2 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് വിസിലൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ആട്ട നോക്കാം. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് നമുക്ക് കിട്ടും. നല്ല ഡോ ആണ്. നമ്മൾ പിസ്സയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഡോ പോലെ തന്നെയാണ് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ഡോ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ചപ്പാത്തിയുടെ മാവ് എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ വലുത്. അപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 9 ഡോ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി മൈദാപ്പൊടിയിൽ ഇതൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുക്കുമ്പോൾ നമ്മളിത് സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം പിന്നെ നീളത്തിൽ നമ്മൾ പരത്തിയെടുക്കണം. എന്നാലാണ് ആ ലെയറായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. എത്ര ഇഷ്ടമില്ലാത്തവരും കഴിച്ചു പോകും. ഇത് നമ്മൾ ഈ പപ്സൊക്കെ ഉണ്ടാക്കുമ്പോണ്ടല്ലോ ഒരുപാട് ലെയർ ഇങ്ങനെ നല്ല തിന്നായിട്ട് അതുപോലെ ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നീളത്തിൽ ഒരു സൈഡ് ഇങ്ങനെ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വളരെ തിന്നായിട്ടാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. അപ്പോൾ മൈദ മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ പരത്തിയെടുക്കാൻ പറ്റില്ല. ഇതിൽ കുറച്ചും കൂടെ ആട്ടപ്പൊടി ഇട്ടിട്ട് നമ്മളിതുപോലെ കുഴച്ച് വെച്ച് പരത്തിയെടുക്കുമ്പോൾ പെട്ടെന്ന് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഇനി ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വനസ്പതി ഇഷ്ടമാണെങ്കിൽ വനസ്പതി ചേർത്ത് കൊടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മൈദപ്പൊടി ഇതിൻ്റെ ഇടയിലിട്ട് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ ലെയർ ഫോമായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ നമ്മളിതൊരു സൈഡ് ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം വീണ്ടും എണ്ണ തടവി കുറച്ച് മൈദാപ്പൊടി ഇട്ട് കൊടുത്ത് വീണ്ടും അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനി ഇതുപോലെ മടക്കിയെടുക്കുക. ഇതുപോലെ 4 മടക്കായിട്ടാണ് എടുത്തിട്ടുള്ളത് കണ്ടോ. ഇത് ഇനി നമുക്ക് പരത്തിയെടുക്കുമ്പോഴാണ് ഒരുപാട് ലെയറായിട്ട് നമുക്ക് കിട്ടുക. ഇത് നല്ല ഭംഗിയാണ് കാണാൻ, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വന്ന മാവായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് ചിക്കൻ കറിയുടെ കൂടെ മട്ടൻ കറിയുടെ കൂടെ ഒക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ എണ്ണയും അതുപോലെ തന്നെ പൊടിയൊക്കെ തടവി ഈ ഒരു രീതിയിൽ തന്നെ മടക്കി എടുക്കണം കേട്ടോ. ഇത് മടക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു പാത്രത്തിലാക്കി ഒരുപാട് ഇങ്ങനെ തുറന്ന് വെക്കരുത്. അപ്പോൾ മുഴുവനായിട്ട് ഞാനിതിപ്പോൾ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും അതേ പാത്രത്തിൽ നിന്നെടുത്ത് എണ്ണ അല്ലെങ്കിൽ പൊടിയിട്ട് കൊടുത്ത് ഇതിനെ ശരിക്കും തന്നെ സ്ക്വയർ രൂപത്തിലിങ്ങനെ നല്ല ഷേപ്പിൽ പരത്തിയെടുക്കാം. അപ്പോൾ ഇത് സ്ക്വയറിൽ തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് റൗണ്ടിലും പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടിരിക്കും. ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് വലുതായിട്ട് ഈ ഒരു രീതിയിൽ നല്ല വലുതായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. നമ്മൾ തവയിലിട്ട് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പരന്ന് കിടക്കുന്ന രീതിയിൽ തന്നെയാണ്. ഇത് ഒരുപാട് ലെയർ ഉണ്ടാവും നമ്മളിത് ആയി വരുമ്പോൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. സൈഡൊക്കെ കട്ടിയാവാതെ തന്നെ നോക്കണം. ഒരേപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇനി ഇത്
നമുക്ക് നല്ല ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തവയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ല ചൂടായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ചെറുതായിട്ടൊക്കെ അതിൻ്റെ തലപ്പൊക്കെ ഇങ്ങനെ പുറത്തേക്കാണ് നിൽക്കുന്നത്. അത്രയും വലുതാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഉള്ളിലുള്ള ഈ മടക്കുകളൊക്കെ വളരെ തിന്നായിട്ടാണ് ഇരിക്കുക. അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോൾ തന്നെ തിരിച്ച് മറിച്ച് 1-2 തവണ മറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഇതിങ്ങനെ വെന്ത് വരുമ്പോൾ തന്നെ ഇത് ബോൾ പോലെ വരും കേട്ടോ. ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇടയിൽ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ സാധാരണ എപ്പോഴും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാ ചപ്പാത്തി എന്നുള്ള രീതിയിലല്ലേ, ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ചും കൂടി കഴിക്കാനൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ കുറച്ചൊന്നും ഇങ്ങനെ വെന്ത് വരുമ്പോൾ തന്നെ നമ്മളിതിൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ തടവി കൊടുക്കുകയാണ്. ഇഷ്ടമാണെങ്കിൽ നെയ്യ് തടവി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ നല്ലോണം ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മളിങ്ങനെ തവ വെച്ച് ഇതുപോലെ ഇങ്ങനെ തവി വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരും. നല്ല എയറൊക്കെ കയറിയിട്ട് ഇങ്ങനെ ബോൾ പോലെ വരും കേട്ടോ. അപ്പോൾ 2 സൈഡും ഈ ഒരു രീതിയിൽ ആയി വന്നിട്ടുണ്ട്. ഇതേ സമയം തന്നെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. അതൊന്ന് നല്ലോണം പൊള്ളാൻ വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുന്നത്. എപ്പോഴും നമ്മൾ ദോശത്തവയിലൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഉള്ളിലൊക്കെ കുറച്ചുകൂടി വെന്ത് വരാൻ കുറച്ചുകൂടി നല്ലത് ചപ്പാത്തിക്കല്ല് പൊറോട്ടക്കല്ലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഇവിടെ ആക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയും കൂടെ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നിങ്ങനെ മടക്കി എടുക്കേണ്ട ഒരു ജോലി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ. ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴിയുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി 2 വിസിലൊക്കെ പോയി ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം, എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് തക്കാളി ഇടാത്ത ചിക്കൻ കറി, വെറൈറ്റി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ബീഫ് കറിയൊക്കെ വെക്കുന്ന പോലെയാണ് ഇത് കാണുമ്പോൾ ഉണ്ടാവുക. ഇത്രയേ ഉള്ളൂ. നല്ല വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ വെന്ത് വരാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല മണമാണ്. കുറച്ച് ഗ്രേവി ഉണ്ടാവും കേട്ടോ, കുറച്ച് എരിവുണ്ടാവും ഇതിന്. കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രേ പണിയുള്ളൂ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. വളരെ ഇഷ്ടമാവും കേട്ടോ എല്ലാവർക്കും. ഇത് കാലത്താണെങ്കിലും വൈകുന്നേരമാണെങ്കിലും വീട്ടിലൊക്കെ ഒരു ഗസ്റ്റ് വരികയാണെങ്കിലും ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മളിത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മളിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറിയും വെറൈറ്റി പൊറാട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ലെയറായിട്ട് നമുക്കിതിനെ പൊളിച്ചെടുക്കാം കേട്ടോ. അത്രയും ടേസ്റ്റിയാണ്. കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും. നല്ല മണമാണ് പാൽപ്പൊടിയൊക്കെ ചേർത്തതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.